അപ്പോൾ അതാ ഫോറൻസിക് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നല്ല ടയേർഡാണ്. കാരണം ഇന്ന് ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ ഒരു ദിവസമാണ്. പൊതുവെ അങ്ങനെ നേരത്തെ എഴുന്നേക്കാറൊന്നുമില്ല. കോളേജിൽ പോകാൻ ആ ഒരു ടൈം അനുസരിച്ച് എഴുന്നേക്കാറേ ഉള്ളൂ. ഇന്നിപ്പോൾ കുറേ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റു, പഠിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇന്ന് നമുക്ക് നേരത്തെ എഴുന്നേക്കണം. അതായത് ഒരു ഏർലി ബേർഡ് ആണോ നല്ലത്, അല്ലെങ്കിൽ ഈ നൈറ്റ് ഔൾ ആണോ നല്ലത്? ഇത് പൊതുവേ നീറ്റ് ആസ്പിറൻസിനുള്ള ഒരു ഡൗട്ടാണ്. രാത്രി ലേറ്റായി ഇരുന്ന് പഠിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം? അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ ക്ലാസ്സിൽ ഒരു ദിവസം നമ്മുടെ ഡയറക്ടർ വന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 5 മണിക്ക് എഴുന്നേക്ക്. 5 മണിക്ക് എഴുന്നേറ്റാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും, നിങ്ങൾക്ക് നല്ല ടൈം കിട്ടും പഠിക്കാൻ. 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നെ ഉണ്ട്, റോബിൻ ശർമ്മേൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഇങ്ങനെ കുറേ പറഞ്ഞു. ആൻഡ് അതിനുശേഷം ഞാൻ 5 മണിക്ക് എഴുന്നേക്കാൻ നോക്കി, പറ്റുന്നില്ല. കാരണം ഞാൻ എഴുന്നേക്കുന്നുണ്ട്, സ്റ്റഡി ടേബിൾ ഇതാ ഇതേപോലെ വന്നിരിക്കുന്നുണ്ട്, ഞാൻ അറിയാതെ ഞാൻ ഉറങ്ങുന്നുണ്ട്. പിന്നെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വന്ന് എഴുന്നേൽപ്പിക്കാറേക്കും ഉണ്ടാവുക. അങ്ങനെ ഞാൻ അമ്മേനോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഒരു കാര്യം നമുക്ക് ഒരു ടബിൽ വെള്ളം നിറച്ചിട്ട് വെള്ളത്തിൽ കാലിട്ടിരുന്ന് പഠിക്കും. ഓക്കെ, അവരുടെ ടൈമിൽ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതേപോലെ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഓക്കെ എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്യുക. ഏതായാലും എനിക്കൊരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തു, 5 മണിക്ക് എങ്ങനെയൊക്കെ എഴുന്നേക്കണം. കാരണം സാർ പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് എഴുന്നേറ്റാൽ എൻ്റെ ലൈഫ് സെറ്റ് ആവും, എനിക്ക് എന്തായാലും എൻട്രൻസ് കിട്ടും, സ്കൂളിലേക്കുള്ള പഠിക്കാൻ പറ്റും, എൻട്രൻസിലേക്കുള്ള പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. പിറ്റേ ദിവസം എൻ്റെ അമ്മയൊന്ന് നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്നിട്ട് ഈ ടബിൽ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കാല് വെള്ളത്തിലിട്ടു, അതിൻ്റെ തണുപ്പടിച്ചിട്ട് ഒന്നും കൂടി ഉറക്കം വരികയാണ് എനിക്ക് ചെയ്തത്. അപ്പോൾ ഇതൊന്നും എനിക്ക് വർക്കായില്ല. ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഓരോ മെത്തേഡ്സ് ട്രൈ ചെയ്യുന്നുണ്ടാവും. എന്താ അറിയില്ല, എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കുന്നത് തീരെ വർക്കായില്ല. അപ്പോൾ ഞാൻ പിന്നീട് നമുക്ക് +2 ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ടൈം കിട്ടി, ആ കോവിഡൊക്കെ വന്നിട്ട് കുറേ ടൈം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ സ്കൂളിലൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് കുറേ എക്സ്ക്യൂസ് പറയാം. അതിപ്പോൾ സ്കൂളിലേക്ക് പഠിക്കാനുള്ളതുണ്ട്, അവിടത്തേക്കുള്ള വർക്ക് ഉണ്ട്, എല്ലാം കൂടി മാനേജ് ചെയ്ത് എനിക്ക് കറക്റ്റായ ഒരു ഷെഡ്യൂളൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് പറയാം. പക്ഷെ ഇനി അതല്ല, ഇനി വെറും എൻട്രൻസേ ഉള്ളൂ. മര്യാദയ്ക്ക് ഒരു ഷെഡ്യൂൾ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. സോ ഐ തോട്ട് ഒരു കാര്യം ചെയ്താലോ, 5 മണിക്ക് കിടക്കുന്ന രീതിയിലാക്കാം, എന്നിട്ട് ഒരു ഉച്ചക്കാകുമ്പോഴേക്ക് എഴുന്നേക്കാൻ നോക്കാം. അതാകുമ്പോൾ എനിക്ക് കുറേ ടൈം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് അബദ്ധമായൊരു പ്ലാൻ വരെ ഞാൻ ട്രൈ ചെയ്തു. ഇപ്പോഴായാലും ഞാൻ ചില സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് കേട്ടോ. അതായത് ഭയങ്കര ലേറ്റായി കിടക്കും, ഈ പറഞ്ഞ പോലെ 4-5 മണി, അതായത് എഴുന്നേക്കേണ്ട ടൈമിൽ പോയി കിടക്കും, എന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. എനിക്ക് ഇത് ട്രൈ ചെയ്തതിന് ശേഷം മനസ്സിലായത് പറഞ്ഞാൽ, മൊത്തത്തിൽ എൻ്റെ ആ സ്ലീപ്പ് വേക്ക് സൈക്കിൾ മൊത്തത്തിൽ ആ സ്ലീപ്പ് വേക്ക് സൈക്കിൾ മൊത്തം തല കറങ്ങി മറിഞ്ഞു അല്ലേ. അതേപോലെ തന്നെ എൻ്റെ ലൈഫും. എനിക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് തുടങ്ങി, അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് തുടങ്ങി, നല്ല രീതിക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ പെട്ടെന്ന് ഞാൻ സ്ലീപ്പ് ഷെഡ്യൂൾ മാറ്റിയതല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതെനിക്ക് മാറിയില്ല. അവസാനം എനിക്ക് മനസ്സിലായി, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റെഡി ആവില്ല. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ഏത് ടൈമാണോ ആ ടൈമിന് എഴുന്നേക്കും, എനിക്ക് ഉറക്കം വരുന്ന ഏതാണോ ആ ടൈമിൽ കിടക്കും. ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, വലിയ മോട്ടിവേഷൻ കാര്യങ്ങളില്ലാതെ ഞാൻ ഉഴപ്പിയിട്ട് ചെയ്തൊരു അറ്റംപ്റ്റ് ആണ്. ലാസ്റ്റിലേക്കാണ് മോട്ടിവേഷൻ കയറി വന്നത്. അപ്പം പിന്നെയും ഞാനൊരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 6:30 എഴുന്നേക്കാൻ നോക്കും, ഒരു 12-12:30 കിടക്കാൻ നോക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെ അത് പോയി. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്യുന്നത് ലാസ്റ്റ് 2 മന്ത്സിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് എൻട്രൻസിന്റെ റിസൾട്ട് വന്ന് ഞാൻ ക്രാക്ക് ചെയ്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എയിംസ് ഭോപ്പാൽ ക്രാക്ക് ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി എങ്ങനെ അത് സാധിച്ചു? ഫസ്റ്റ് അറ്റംപ്റ്റിൽ എയിംസ് ഭോപ്പാൽ എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, നിങ്ങൾ ആലോചിക്കണം. 1000-ന്റെ ഉള്ളിൽ +2ന്റെ എക്സാമിന്റെ കൂടെ റാങ്ക് വാങ്ങിയെടുക്കുകയാണ് ഒരു സ്റ്റുഡന്റ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിടും, ഞാൻ ഇതായിരുന്നു ചെയ്തൊരു അബദ്ധം. ഞാനിങ്ങനെ 5 മണിക്ക് കിടക്കും, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്ക് എഴുന്നേക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ ഷെഡ്യൂൾ കൊണ്ടുവരുന്നത്. അവളേക്ക് അവൾ പറഞ്ഞു, അവൾ നേരത്തെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ വിചാരിച്ചു അവൾ 5 മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടാവും സാറൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ അവൾ പറഞ്ഞു, ഞാനൊരു 6-6:30 എഴുന്നേക്കും, അത് കഴിഞ്ഞിട്ട് ഒരു 12-12:30 കിടക്കും. 6 മണിക്കൂർ ഉറക്കം എന്തായാലും എൻഷുർ ചെയ്യും. ഇവിടെ വേറെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളുടെ ഉറക്കം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഉറക്കമൊക്കെ മിനിമൈസ് ചെയ്ത് അതൊരു 2 മണിക്കൂറിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള ടൈം മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കൂടുതൽ പഠിക്കാൻ പറ്റും, എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഒരു ഡേ ഒരു 10 മണിക്കൂർ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങളിപ്പോൾ ഒരു 18 മണിക്കൂർ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ കിട്ടുന്നുണ്ട്. ആൻഡ് ആ സ്റ്റുഡൻറ്റിനെക്കാട്ടും നിങ്ങൾക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ എഗെയിൻ യു ആർ റോങ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം ഇവിടെ മെഡിക്കൽ കോളേജിലായാലും കൂടി നമുക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ വരുമ്പം അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ തന്നെ ടോപ്പേഴ്സാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോഴും അവർ കൃത്യം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ ഉറങ്ങും. ഓക്കെ, മിനിമം അത്ര ഉറങ്ങും. ആൻഡ് ഇത് തന്നെയാണ് ഞാൻ എല്ലാ ടോപ്പേഴ്സിനും ശ്രദ്ധിച്ച കാര്യം, ഉറക്കം അധികം സാക്രിഫൈസ് ചെയ്യൂല. ഓക്കെ, പഠിക്കാനുള്ളതൊക്കെ പഠിക്കും, പക്ഷെ നമ്മളൊരു
ഒരു മിനിമം നമ്പർ ഓഫ് ഹാസ്, ഒരു മിനിമം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 5 പറയാം, പക്ഷെ ചിലവർക്ക് അത് 6 ആയിരിക്കും, ചിലവർക്ക് 7 ആയിരിക്കും. അത് ഏതാണെന്ന് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളിപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ലൈക്ക് എന്താണ് 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് മൊത്തം പഠിച്ച് പോയിട്ടുണ്ടാവും, പക്ഷെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഉള്ളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടാവും, മര്യാദയ്ക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം. അതില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചുണ്ടാക്കിയാലും കാര്യമില്ല. ഈ കണക്ഷൻസ് ഉണ്ടാവണം ബ്രെയിനിൽ, അതിന് ബ്രെയിനിന് റെസ്റ്റ് വേണം. അപ്പം നിങ്ങൾ ഉറക്കത്തിനും പ്രാധാന്യം കൊടുത്തു തുടങ്ങണം. ഞാൻ എൻ്റെ റിപ്പീറ്റ് ചെയറിൽ 6 മണിക്കൂർ മിനിമം എല്ലാ ദിവസവും ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ റിപ്പീറ്റ് ചെയർ ഞാൻ കൊണ്ടുപോയത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം മനസ്സിലായി. ഞാൻ ഉറക്കത്തിന്റെ ഷെഡ്യൂൾ മൊത്തത്തിൽ പ്രശ്നമായിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ലൈക്ക് റിപ്പീറ്റ് ചെയറിൽ ഇനി ഇത് പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, കുറേ ലേറ്റ് ആയി ഇരിക്കുമ്പോഴും എനിക്ക് പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, അധികം നേരത്തെ എഴുന്നേക്കണ്ട, 6 മണിക്ക് എഴുന്നേക്കാം, 12 മണിക്ക് കിടക്കാം. ഇതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി വർക്കായ ഒരു റൂട്ടീൻ. ആൻഡ് ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് ലൈക്ക് ഒരു 9 മണിക്ക് എഴുന്നേറ്റാൽ മതിയോ, ആൻഡ് അതിനനുസരിച്ച് ലേറ്റ് ആയിരുന്നു പഠിക്കാൻ റെഡിയാണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് മോർണിംഗ് ഹാസ് സം മാജിക്. ഓക്കെ, ഞാൻ +1 +2 ഒരു നൈറ്റ് അവളായിരുന്നു ഇതേപോലെ തന്നെ. ആൻഡ് അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു തല കുത്തി മറിഞ്ഞിട്ടുള്ള ആ ഒരു റൂട്ടീൻ, 5 മണിക്ക് കിടന്ന് ഉറങ്ങുന്ന ആ ഒരു റൂട്ടീൻ, അത് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും കൂടി പറയാനാണ് ഇവിടെ ഞാൻ ശ്രമിക്കുന്നത്. ആൻഡ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളിപ്പം ലൈക്ക് ആ ഒരു 9 മണിക്ക് ലേറ്റ് ആയി എഴുന്നേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ആ മണിക്കൂർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു വലിയ നഷ്ടമാണ്. ഓക്കെ, ഭയങ്കര ഒരു വലിയ നഷ്ടമാണ്. ഇൻ ദ സെൻസ് മോർണിംഗ് ഹാസിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പം നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാനൊരു 6 മണിക്ക് എഴുന്നേക്കാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ആ 6 തൊട്ട് ആ ഒരു 9 മണി വരെയുള്ള ടൈം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ലൈക്ക് ഒരു 9-10 മണിക്ക് എഴുന്നേറ്റാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കിപ്പം എന്ത് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പറയാം നിങ്ങൾക്ക് കുറെ പെൻഡിങ് ഉണ്ട്, എത്രയോ വീഡിയോസ് പെൻഡിങ് ഉണ്ട് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നേരത്തെ ഒന്ന് എഴുന്നേറ്റ് നോക്ക്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 6 മണി, ഓക്കെ, ആ ഒരു ടൈമിലൊന്ന് എഴുന്നേറ്റ് നോക്ക്. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് വെച്ച് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ബാക്കി ഡേ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മോട്ടിവേഷൻ കിട്ടും. കാരണം എന്താ, അവിടെ തന്നെ ടഫ് ആയിട്ടുള്ള ടാസ്ക് തീർന്ന്. എനിക്ക് വല്ലാതെ ഫിസിക്സും വീഡിയോസ് ഒക്കെ കുറെ പെൻഡിങ് വന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ എത്രയോ പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടു തീർക്കാൻ പറഞ്ഞത് ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ഒരു ടൈമിൽ രാവിലെ നേരത്തെ എഴുന്നേക്കും ആൻഡ് വീഡിയോസ് ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർക്കും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഫുൾ ടൈം എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുമായിരുന്നു. ഇതേപോലെ തന്നെ ഇപ്പോൾ ഫിസിക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് രാവിലെ എഴുന്നേറ്റ് പഠിച്ചു നോക്ക്, നല്ല സുഖമായി പഠിക്കാം. ആൻഡ് ഓൾസോ ലൈക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫീൽ മോട്ടിവേറ്റഡ് ഫോർ ദി എൻറ്റയർ ഡേ. ലൈക്ക് ആലോചിച്ച് നോക്കുക, 6 മണിക്ക് എഴുന്നേറ്റു, ഒരു 10 മണി വരെ ഇരുന്ന് പഠിച്ചു, 4 മണിക്കൂർ ഇസ് ഡൺ. ഓക്കെ, അവിടെ തന്നെ 4 മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും ഇരിക്കുകയാണ്. എന്തായാലും ലൈക്ക് നിങ്ങളെ കൊണ്ട് ആ ഒരു മണി വരെ വീണ്ടും ഇരിക്കാൻ പറ്റും. എഗെയിൻ ഒരു 3 hours അവിടെ വീണ്ടും കഴിഞ്ഞു. അപ്പൊ ലൈക്ക് ഇങ്ങനെ ഹാസ് പെട്ടെന്ന് കിട്ടുന്ന പോലെ തോന്നും നിങ്ങൾ രാവിലെ എഴുന്നേക്കണം. നേരെ മറിച്ച് രാത്രി ആകുമ്പോൾ ലൈക്ക് നിങ്ങളിങ്ങനെ വിചാരിക്കും ഇപ്പൊ പഠിക്കാൻ പറ്റില്ല, അപ്പൊ രാത്രി എല്ലാം കൂടി പഠിക്കാം. പക്ഷെ രാത്രി അതിന്റെ ഒരു അത്രത്തോളം മോട്ടിവേഷൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ ഭയങ്കരമായിട്ട് എഴുന്നേക്കണ്ട, ഒരു 6 മണിക്ക് എഴുന്നേക്കാൻ നോക്കുക. ഭയങ്കര ലേറ്റായി കിടക്കണ്ട, ഒരു 12 മണിക്ക് കിടക്കാൻ നോക്കുക. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യും.